അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അടുത്തൊരു ഹിക്മത്ത്: ലാ തസ്ഹബ് മൻ ലാ യുൻഹിലുക ഹാലുഹു വലാ യദുല്ലുക അലല്ലാഹി മഖാലുഹു. സൗഹൃദത്തെക്കുറിച്ചിട്ടുള്ള ഒരു ഹിക്മത്താണ്. ലാ തസ്ഹബ്, നീ സഹവസിക്കരുത്. മൻ, ഒരുത്തനോട്, ലാ യുൻഹിലുക ഹാലുഹു, അവൻ്റെ അവസ്ഥ അല്ലെങ്കിൽ അവൻ്റെ ജീവിതം നിന്നെ ഉണർത്തുകയില്ല, നിന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താത്ത ഒരാൾ. വലാ യദുല്ലുക അലല്ലാഹി മഖാലുഹു, അള്ളാഹുവിൻ്റെ മേൽ അവൻ്റെ സംസാരങ്ങൾ അറിയിക്കുകയുമില്ല. അങ്ങനത്തെ ആളോട് നീ സഹവസിക്കരുത് എന്ന്. അപ്പോൾ എങ്ങനത്തെ ആളോടാണ് സഹവസിക്കേണ്ടത് എന്ന് പറയാണ് ഇവിടെ, അല്ലേ? നമ്മുടെ സുഹൃത്ത് എങ്ങനെയായിരിക്കണം എന്ന് പറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചതാണ്. അൽമർഉ അലാ ദീനി ഖലീലിഹി ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിലു. ഒരാൾ അദ്ദേഹത്തിൻ്റെ ഈമാൻ എന്ന് പറഞ്ഞാൽ, ദീൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ദീനിൻ്റെ പേരിലായിരിക്കും. അപ്പോൾ സുഹൃത്തിനനുസരിച്ചായിരിക്കും അവൻ്റെ ദീൻ വരിക. അപ്പോൾ നല്ല സുഹൃത്താണെങ്കിൽ നല്ല ജീവിതം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ആ സുഹൃത്തിൻ്റെ വിശേഷണം എന്തായിരിക്കണം? ഒന്ന്, ലാ യുൻഹിലുക ഹാലുഹു, അവൻ്റെ അവസ്ഥ, ജീവിതം കണ്ടാൽ തന്നെ നിൻ്റെ അശ്രദ്ധയിൽ നിന്ന് അങ്ങനെയൊക്കെ ആകണമല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇന്നാലിന്ന പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് അവൻ്റെ ജീവിതം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല, യദുല്ലുക അലല്ലാഹി മഖാലുഹു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ അള്ളാഹുലേക്ക് എടുക്കാൻ തോന്നും. അങ്ങനത്തെ ആളോടാണ് സഹവസിക്കേണ്ടത്. ഓക്കെ, ഇത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ സൗഹൃദം എന്നുള്ളതൊക്കെ ഒരു നാച്ചുറായിട്ട്, ഒരു തൊബിയായിട്ട്, നാച്ചുറലായിട്ട് ഏതൊരു മനുഷ്യനുണ്ടാവുന്നതാണ്. അത് അള്ളാഹു വെച്ചതാണ്. സ്നേഹം, സൗഹൃദം, ഒരാളോടുള്ള ബന്ധം, അത് ഉമ്മയോടുള്ള സ്നേഹം, എല്ലാവരോടുള്ള സ്നേഹം, അങ്ങനത്തെ കൽബുകളെ ബന്ധിപ്പിച്ചത് അള്ളാഹുവാണ്. പക്ഷെ ആ വെച്ച കാര്യം നമ്മൾ എന്ത് ലക്ഷ്യമാക്കി നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും പണം ലക്ഷ്യമാക്കിയിട്ടാണോ ഒരാളോട് സൗഹൃദം സ്ഥാപിക്കുന്നത്? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭംഗി ലക്ഷ്യമാക്കിയാണോ? അങ്ങനെ എന്ത് ലക്ഷ്യം? ആ ലക്ഷ്യം ആണ് പ്രധാനം. നമ്മുടെ ലക്ഷ്യം അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള രണ്ട് സുഹൃത്തുക്കൾ നാളെ അർശിൻ്റെ തണലിൽ ലഭിക്കുന്ന ആളുകളിൽപ്പെട്ടത്. അപ്പോൾ അള്ളാഹു എന്നുള്ള ആ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിക്കുന്ന, ആ ലക്ഷ്യത്തിന് വേണ്ടി വേർപ്പെടുന്ന, ആ ലക്ഷ്യത്തിന് വേണ്ടി ഇരിക്കുന്ന, സംസാരിക്കുന്ന ആളുകൾ ഓയത്ത് അള്ളാഹു ആണ്. അങ്ങനത്തെ സുഹൃത്തുക്കളാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന ആളോട് സഹവസിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ആളോടാണ് സഹവസിക്കേണ്ടതെന്ന് അതിന് കിട്ടുന്നുണ്ട്. അമ്രും ബിൽ ഇദ്ദിഹി, ഇതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുള്ള കൽപ്പനയാണ്. അപ്പോൾ ഇങ്ങനത്തെ ആളോടാണ് സഹവസിക്കേണ്ടത്. അപ്പോൾ അതിനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ, നമ്മേക്കാൾ ഗ്രേഡ് താഴ്ന്ന ആളോട്, ഗ്രേഡ് താഴ്ന്ന പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഓയതുള്ള അള്ളാഹുവിനെ ലക്ഷ്യമാക്കുന്നതിൽ നമ്മോട് താഴെ ആളോട് നമ്മൾ കൂട്ടുകൂടാതിരിക്കുക എന്നുള്ളതാണ് അതിനുള്ള മാർഗം. നമ്മേക്കാൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന, ചിന്തയുള്ള, ബോധമുള്ള ഒരാളോട് സഹവസിച്ചാൽ ആ ബോധത്തിലേക്ക് നമ്മൾക്ക് ഉയരാൻ സാധിക്കും. അല്ലെങ്കിൽ താഴെക്കിടയിലാണെങ്കിൽ ആ ആൾക്കനുസരിച്ച് നമ്മൾ മാറിക്കാര്യം ചെയ്യുക. അപ്പോൾ എപ്പോഴും ആ റുത്തുബ നോക്കിയിട്ട്, ആ ഒരു ചിന്ത നോക്കിയിട്ട്, ആ ഒരു ഓയത്ത് നോക്കിയിട്ടായിരിക്കണം നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളെല്ലാം ഉണ്ടാവേണ്ടത്. അപ്പോൾ അള്ളാഹു തന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ ബന്ധം എന്നുള്ളൊരു കാര്യം, അള്ളാഹു ഇട്ട് തന്ന സാധനം, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക്. മാത്രമല്ല, റസൂല് പറയണ്ടല്ലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. മനുഷ്യന് സംഭവം ഫിത്രത്തൊക്കെ ഉണ്ട്, പക്ഷേ അവൻ്റെ ഉപ്പമാർ അല്ലെങ്കിൽ അവൻ്റെ സാഹചര്യം, ജീവിത ചുറ്റുപാടുകൾ അവനെ നന്മയിലേക്കോ തിന്മയിലേക്കോ നയിക്കും എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ സൗഹൃദത്തിലും സംഭവിക്കുന്നത്. നല്ല ആൾക്കാരോട് കൂട്ടുകൂടുമ്പോൾ ആ ഒരു സാഹചര്യം സ്വാഭാവികമായിട്ടും
നമ്മുടെ നന്മയിലേക്കായിരിക്കും കൊടുക്കുക. അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സൗഹൃദം എന്നുള്ളത് നമ്മെ പലതിൽ നിന്ന് തടയും. ഓരോ കാര്യങ്ങളും അങ്ങനെ ആയിരിക്കും. ആ ചുറ്റുപാടിനനുസരിച്ചായിരിക്കും നമ്മൾ എന്താവുക. നമ്മളിപ്പോൾ ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ, ഒരു ദീനി സ്ഥാപനത്തിൽ വളരുകയാണെങ്കിൽ അവിടുത്തെ ചുറ്റുപാട് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ആയിരിക്കും. 5 വക്ത് നിസ്കാരം ജമാഅത്തായിട്ട് വലിയ ജമാഅത്ത് കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ചുറ്റുപാട്. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും നടക്കും. അതായത് മറ്റൊരു ചുറ്റുപാടിലെത്തി ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് മാറും. അതാണ് ആ ചുറ്റുപാടുകൾക്കൊക്കെ പ്രാധാന്യമുണ്ട് നമ്മുടെ ദീന് അല്ലെങ്കിൽ നമ്മളെ സെലക്ഷൻ ഉണ്ടാകുന്നതിൽ. മറ്റോടത്ത് നമ്മൾ പൊരുതേണ്ടി വരും. ഇവിടെ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് നിൽക്കൽ വരും. അതേപോലെ തന്നെയാണ് നല്ല സുഹൃത്തുക്കളാണ് നമ്മൾ ഒപ്പമുള്ളതെങ്കിൽ അത് പല കാര്യങ്ങളിൽ നിന്നും നമ്മെ തടയും, തിന്മകളിൽ നിന്ന് തടയും. തിന്മകൾക്കുള്ള സാഹചര്യങ്ങൾ തന്നെ വരില്ല. സാഹചര്യങ്ങളാണല്ലോ തിന്മയിലേക്ക് എത്തിക്കുക. റസൂൽ പറയണ്ടല്ലോ, ഇന്നമാ മസലുൽ ജലീസി സ്വാലിഹി വ ജലീസി സൂഇ കഹാമിലിൽ മിസ്കി വനാഫിഖൽ കീർ. അല്ലേ? ഉലയിലെ കൊല്ലനെ പോലെയും അല്ലെങ്കിൽ മിസ്ക് വഹിക്കുന്ന മിസ്കിൻ്റെ കച്ചവടക്കാരനെ പോലെയുമാണ് നല്ല സുഹൃത്തും ചീത്ത സുഹൃത്തും. അപ്പോൾ മിസ്കിൻ്റെ കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മിസ്ക് തരും, അല്ലെങ്കിൽ മിസ്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ മാക്സിമം മിനിമം എന്തെങ്കിലും കിട്ടും, മണമെങ്കിലും കിട്ടും. അപ്പോൾ ആ സൗഹൃദം എന്നുള്ളത് നന്മകൾ മാത്രമേ സമ്മാനിക്കൂ എന്നർത്ഥം. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു. മൻ ലാ യുൻഹിലുക ഹാലുഹു വലാ യദുല്ലുക അലല്ലാഹി മഖാലു. അപ്പോൾ ഹാലും വേണം, മഖാലും വേണം. ഹാലായിരിക്കും പലപ്പോഴും കൂടുതൽ തഅ്സീർ ഉണ്ടാക്കുക. അല്ലേ? ഒരാളെ ജീവിതം കണ്ടുകൊണ്ട് തന്നെ ഇങ്ങനെ ഹാലു റജുലിൻ ഫി അൽഫി റജുലിൻ ഖൈറുൻ മിൻ വാലി അൽഫി റജുലിൻ ഫി റജുലിൻ എന്ന് പറയാറില്ലേ? ഒരാൾ അയാളുടെ ജീവിതം ഇങ്ങനെ കണ്ടിട്ട് തന്നെ ചിലപ്പോൾ 1000കണക്കിന് ആൾക്കാർ നന്നാവും. എന്നാലോ 1000 വട്ടം അല്ലെങ്കിൽ 1000 ആൾക്കാർ ചിലപ്പോൾ തൊള്ളവിടായിട്ടാലും അല്ലെങ്കിൽ സംസാരിച്ചാലും ഒരാൾ നന്നാവണമെന്നില്ല. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ചിഷ്തി റഹിമഹുല്ലാ തങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹാലായിരുന്നു ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതെന്ന്, ദാവത്ത് നടത്തിയതെന്ന്. അതൊപ്പം ഇങ്ങനെ ക്ഷണിക്കുന്നതിനേക്കാളപ്പുറം അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരികയായിരുന്നു എന്ന്. അതേസമയം മക്കാലും വേണം. മക്കാലെന്ന് പറഞ്ഞാൽ ഒരാളെ ഞാൻ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കേണ്ടത് ആരോടാണ്? എന്നിൽ നിന്നൊരു തിന്മ വന്നാൽ അത് തടുക്കുന്ന അല്ലെങ്കിൽ അതിനെ നഹി ചെയ്യുന്ന ഒരാളോടാണ് സുഹൃത്ത് ബന്ധം സ്ഥാപിക്കേണ്ടത്. സുഹൃത്തായതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെ പറയാം, ഇതല്ല സുഹൃത്ത് ബന്ധത്തിൻ്റെ ലക്ഷ്യം. സുഹൃത്തായതുകൊണ്ട് സിമ്പിളായിട്ട് പറയാൻ സാധിക്കണം, അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. അല്ലെങ്കിൽ പിന്നെ യഥാർത്ഥ സുഹൃത്ത് ബന്ധം അല്ലത്. അവിടെയാണ് ലക്ഷ്യം എന്താവുന്നു എന്നുള്ളടത്ത് മാറുന്നത്. സുഹൃത്താണെങ്കിൽ എന്ത് തിന്മ ചെയ്താലും അത് കൃത്യമായിട്ട് നഹി ചെയ്യാൻ, വിരോധിക്കാൻ അവസരം ലഭിക്കുന്നു എങ്കിലാണ് ആ സൗഹൃദം നല്ലത്. കാരണം അതാണ് അവനക്ക് ഉപകാരപ്പെട്ടത്. നമ്മൾ അവനെന്താ വിചാരിക്കുക എന്നത് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം അത്രയല്ലേ വിചാരിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരാഴ്ച, അല്ലെങ്കിൽ ഒരു മാസം, ഒരു വർഷം, അല്ലെങ്കിൽ ജീവിതം, ഈ ദുന്യാവല്ലേ. പക്ഷെ അതാണ് ഏറ്റവും അവന് കൂടുതൽ വിജയകരമായിട്ട് ആഖിറത്തിൽ ഭവിക്കുക. ആ ഒരു ലക്ഷ്യം മുൻനിർത്തിയിട്ട് നമ്മൾ ഈ വിരോധിക്കലും കാര്യങ്ങളും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിലുള്ള സന്തോഷം ഉണ്ടാക്കുന്നത് എന്താണ്? ഈ തിന്മ വിരോധിക്കലാണ്. അല്ലേ? ധാരാളം കഥകൾ, ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. സൗഹൃദ ബന്ധങ്ങളിലുള്ള കഥകളൊക്കെ അല്ലേ? കിതാബ് തവ്വാബീൻ എന്നുള്ള കിതാബുണ്ട്. അതുപോലെ തന്നെ ബൂത്തിയുടെ സംസാരമുണ്ട്, ളായിഊൻ ഹദാഹുമുൽ ഖുർആൻ. അതിലൊരു അബ്ദുറഹ്മാൻ അൽ ഖിസ് എന്നിവരെ കുറിച്ചിട്ടുള്ള സംഭവം പറയുന്നുണ്ട്. മൂപ്പരോടൊരു സ്ത്രീക്ക് സൗഹൃദം വരുന്നതും പ്രണയം വരുന്നതും അദ്ദേഹം അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത്. അതായത് മനസ്സിൽ സ്നേഹം തോന്നുന്നുണ്ട്, പക്ഷേ ഈ ആയത്ത് അല്ലെങ്കിൽ അൽ അഖില്ലാ യൗമ ഇദിൻ ബഅദുഹും ലിബഅദിൻ അദു ഇല്ലൽ മുത്തഖീൻ എന്നുള്ള ആയത്ത് മനസ്സിൽ വന്ന് അതിൻ്റെ പേരിൽ അദ്ദേഹം ആ സ്നേഹബന്ധത്തെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മുന്നിട്ട്
ആരാധനയുമായിട്ട് കഴിഞ്ഞുകൂടിയ മഹാനാണ്. അങ്ങനെ അപ്പോൾ സുഹൃബന്ധത്തിൻ്റെ ലക്ഷ്യം മാറുന്നോ, ലക്ഷ്യം മാറിയാൽ ഈ പറഞ്ഞ പോലെ അൽ അഖില്ല ഇതിൻ ബാദുഹും ലിബാദിൻ ആദു, ഇവിടെ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു, പക്ഷേ അവിടുന്ന് ശത്രുക്കളായിരിക്കും. കാരണം ഈ സൗഹൃദ ബന്ധം കാരണത്താലാണ് കുറേ തിന്മകളിലേക്ക് എത്തിയത്. എൻ്റെ തിന്മകൾ ഞാൻ ചെയ്തിട്ടും എനിക്ക് ആ തിന്മകളെ തൊട്ട് വിദൂരത്താവാൻ കഴിയാതിരുന്നത് ഓന് പറയാതിരുന്നത് കൊണ്ടാണ്. അങ്ങനെ എല്ലാ സാധനങ്ങളും വരും. അറളായത്തുകളൊക്കെ വന്നതാണല്ലോ. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വസിയത്ത് കാണാം. ലിയകുൻ അവ്വല ഷൈഇൻ തക്സിബുഹു ബഅദൽ ഈമാനി ബില്ലാഹി ഖലീലൻ സ്വാലിഹാ. എൻ്റെ ആദ്യമായിട്ട് ഈമാനൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എനിക്ക് കിട്ടേണ്ടത് ഈ ഒരു നല്ലൊരു സുഹൃത്തിനെ. കാരണം അതൊരു ഈ നഖ്ലത്തിനെ പോലെയാണ്, ഈത്തപ്പനെ പോലെയാണ്. അതിൻ്റെ അടുത്തിരുന്നാലോ തണലിട്ടു, വിറക് വേണോ വിറകും കിട്ടും, പഴം തിന്നാൻ പറ്റുമോ അതും തിന്നാൻ പറ്റും. അങ്ങനെ ആ പഴം അതാണെങ്കിൽ തൊയ്യിബുൽ ലസീദായിരിക്കും. അതുപോലെ എല്ലാ അർത്ഥത്തിലും നന്മകൾ മാത്രം ലഭിക്കുന്ന ഒരു ജലീസാണ് കിട്ടേണ്ടത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതാണ് ചുരുക്കത്തിൽ സൗഹൃദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹു എന്നുള്ള ലക്ഷ്യം മാത്രമായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ സൗഹൃദം വരുന്നത്, അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാകുന്നത്. യഥാർത്ഥ ഇസ്ലാമീകരിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു സൗഹൃദം. എല്ലാ സാധനങ്ങളെയും അതിൻ്റെ ഹക്കിൽ നിർവഹിക്കുക അല്ലെങ്കിൽ ഹക്ക് വീട്ടുക എന്നുള്ളതില്ലേ. അതേപോലെ തന്നെ സ്നേഹം അല്ലെങ്കിൽ ബന്ധം, ഇതൊക്കെ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഓരോ വികാരങ്ങളാണ്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെയും യഥാർത്ഥ സ്ഥലത്ത് വെക്കുമ്പോൾ, സ്ഥാനത്ത് സ്ഥാപിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള ശുക്ർ പൂർണ്ണമാകുന്നത്. ഓക്കെ, വഫഖനല്ലാഹ്. ശുക്രൻ. ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.